അതായത് 7 മീറ്റർ ആഴത്തിൽ 5 മീറ്റർ നീളത്തിൽ അല്ല 7 മീറ്റർ നീളത്തിൽ 5 മീറ്റർ ആഴത്തിൽ ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിറ്റാച്ചികൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. നേരത്തെ ഹിറ്റാച്ചികളൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിറ്റാച്ചികൾ ഇതിന്റെ മുകൾ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് കൊടുക്കുകയാണ്. പാർട്ടായി തിരിച്ചിരുമ്പോൾ ഓരോ പാർട്ടിലും ഹിറ്റാച്ചികൾ ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഏതാണ്ട് 10-12 മീറ്റർ നീളത്തിൽ ആണ് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തത്. ആ മേഖലയിലേക്ക് ഈ പരിശോധന കേന്ദ്രീകരിക്കുന്നു, തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മറ്റൊന്ന്, ഇത് നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു മേഖലയാണ്. അവിടെ മണ്ണ് നിൽക്കുന്ന ഒരു അസ്വാഭാവികത നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ അസ്വാഭാവികതയുള്ള ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ മൺകൂനയ്ക്ക് സമാന്തരമായി തന്നെയുള്ള ആ സ്ഥലത്താണ്. ഒരുപക്ഷെ മൺകൂനയിൽ വാഹനം എത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും കിടക്കാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഈ മൺകൂനയ്ക്ക് അടിയിൽ ലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ ഈ വാഹനം കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നീളത്തിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 50 മീറ്റർ അകലേക്ക് മാത്രം അല്ലെങ്കിൽ 50 മീറ്റർ താഴ്ചയിലേക്ക് ദൂരോട്ട് മാത്രമേ ഇത് ഒഴുകി പോകൂ എന്നുള്ള ചില വിദഗ്ധരുടെ നിഗമനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഈ വാഹനം ഉണ്ടാവും. പക്ഷേ ഏതാണ്ട് 15 മീറ്ററോളം ആഴം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ എക്സ്കവേറ്ററിന് എത്രത്തോളം ആഴത്തിലേക്ക് ആ മണ്ണ് എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ട്. എങ്കിൽ പോലും ആ നദീതടത്തിലാണെങ്കിൽ, നദീതീരത്താണെങ്കിൽ, ആ ഭാഗത്ത് ചതുപ്പ് നിലമാണെങ്കിൽ പോലും ആ മുകൾ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയാണ്. ആ ഭാഗത്ത് ഏതായാലും ഇപ്പോൾ പരിശോധന പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും തിരച്ചിൽ ഇപ്പോൾ ഈ 10 മീറ്റർ ഭാഗത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ 2 ഹിറ്റാച്ചുകൾ ഒരേ സമയം മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോറിയുടെ നീളത്തിലാണ്, അതായത് 7 മീറ്റർ നീളത്തിൽ 5 മീറ്റർ ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകം 5 മീറ്റർ ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 5 മീറ്റർ ആഴത്തിൽ കുഴിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വടം കണ്ടെത്തിയിരിക്കുന്നത്. തടി കെട്ടിയിട്ട് ഊർന്നു പോയ മട്ടിൽ, അതായത് തടിയിൽ നിന്ന് ഊർന്നു വന്ന രൂപത്തിലാണ് ആ കയർ കിടക്കുന്നത്. ആ കയറിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കയറിന് താഴെ തടിയുടെ ഭാഗം കിട്ടുമോ അതോ അതിന് താഴെ ലോഹഭാഗം കിട്ടുമോ അതറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും പ്രതീക്ഷയുടെ ദിവസമാണ് ഈ 9ാം നാൾ എന്നുള്ളതാണ്. കരനാവികസേന സംയുക്തമായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ സതീഷ് സൈനി MLA പറഞ്ഞതുപോലെ ചില സൂചനകൾ, ആ സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ പരിമിതമായ സ്ഥലത്തേക്ക് അവിടെ ഉണ്ടാകാം എന്ന ഉറപ്പിന്മേലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. സോണൽ സിഗ്നലുകൾ തെറ്റില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളത്. ആ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ലക്ഷ്മണന്റെ കട നിന്നിരുന്ന ഭാഗത്താണ്. നേരത്തെ അർജുൻ്റെ ബന്ധുക്കൾ ജിതിൻ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെ ഈ തിരച്ചിലിൽ അർജുനൊപ്പം തന്നെ കാണാതായ കടയിൽ ജോലി ചെയ്തിരുന്ന ആളുടെ കുടുംബവും ഉണ്ടായിരുന്നു. ഈ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഇവർക്കൊപ്പം തന്നെ കൂടെ ചേർന്നിരുന്നു. അവർ ഈ കടയുടെ ഭാഗത്ത് മണ്ണ് കൊണ്ടിടുമ്പോൾ അവിടെ മണ്ണിടലേ, അതിന് താഴെയുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും അവരെ ആട്ടി ഓടിക്കുകയാണ് അന്ന് പോലീസ് ചെയ്തത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ തിരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ, അവിടെയാണ് സൂചനകൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ ഘട്ടത്തിൽ പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടായിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു പോവുകയാണ്. ഇപ്പോൾ ദീപക് മലമയുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നതിൻ്റെ എത്ര വാര അകലെയാണ് നിങ്ങളടക്കമുള്ള, ദീപക് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഉള്ളത്? ഇപ്പോൾ ഒരു വടം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മരക്കഷ്ണം, ഈ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ ഉപയോഗിച്ച കയറാണോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ദീപക്, കേൾക്കാമോ? അല്പം മുൻപ് നമ്മൾ കാർവാർ MLA സതീഷ് തേലുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ റോപ്പിന്റെ പാർട്ട് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം MLA സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നേവിയുടെയും ഒപ്പം തന്നെ ആർമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ചില പരിശോധനകളിൽ ആ മേഖലയിൽ ലോഹ സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ
വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ ചില സിഗ്നലുകൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി ആദ്യഘട്ടത്തിൽ പരിശോധന പൂർണ്ണമായും നടത്തിയത് ഈ പറയുന്ന മണ്ണ് ഇടിഞ്ഞു വീണ റോഡിന്റെ തൊട്ട് അരികിലായിരുന്നു. അവിടെ നിന്ന് അന്ന് മണ്ണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നീക്കിയിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ വാഹനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഈ നിലവിൽ അവിടെ ദൗത്യത്തിലുള്ള സേനാംഗങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ബൂം എക്സ്കവേറ്റർ ആ മേഖലയിലേക്ക് എത്തിച്ചതുകൊണ്ട് അവിടെ തന്നെ കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മേഖലയിൽ കനത്ത മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉടലെടുത്തിരിക്കുന്നു. എന്തായാലും ഇന്ന് 24 hours സെർച്ച് എന്നുള്ള നിലയിലാണ് നേരത്തെ സതീഷ് തയ്യിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. 24 മണിക്കൂറും ഇന്ന് സെർച്ച് നടത്തും. അതിനുവേണ്ടി അവിടെ പ്രത്യേകം ബാരിക്കേഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു മണ്ണിടിച്ചിൽ കൂടി ആ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ IRBയുടെ ഭാഗത്ത് നിന്ന് വലിയ ഡിവൈഡറുകൾ, കോൺക്രീറ്റ് ഡിവൈഡറുകൾ ആ മേഖലയിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ പോലും അത് അവിടെയുള്ള ആളുകളെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തി ഇന്ന് 24 മണിക്കൂർ സെർച്ച് നടത്തും. രാത്രിയിലും സെർച്ച് നടത്തും എന്നുള്ളതാണ് സതീഷ് തയ്യിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു സൂചനയിലേക്ക് ആർമി സംഘം ഒപ്പം തന്നെ അവിടെയുള്ള ദൗത്യ സംഘം എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ. ആ കയറിന്റെ ദൃശ്യം ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ധാരണയിലേക്ക് ഏറെക്കുറെ ഈ ആർമി സംഘം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്